ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്ന വിഷ്വൽസിനകത്ത് അനീഷ് ഭയങ്കര ടെററായിട്ട് എല്ലാ പ്രോപ്പർട്ടീസും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അത്രയ്ക്കും സഹി കെട്ട് നിന്നൊരു മനുഷ്യൻ പൊട്ടിത്തെറിക്കുകയാണ് അവിടെ. പോരാത്തതിന് നെവിന്റെ പ്രോഡക്ട്സും അനീഷ് അവിടെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിന്റെ പണിഷ്മെന്റ് അനീഷിനെ തേടി വരും. പക്ഷെ അനീഷിന്റെ ഭാഗത്താണ് കേട്ടോ ന്യായം. കാരണം രണ്ട് കമ്പനികളാണ് ഉള്ളത്. ഒന്ന് അനീഷിന്റെ കമ്പനി, ഒന്ന് നെവിന്റെ കമ്പനി. നെവിന്റെ കമ്പനി ഉണ്ടാക്കുന്നത് ഓറഞ്ച് ജ്യൂസും അനീഷിന്റെ കമ്പനി ഉണ്ടാക്കുന്നത് ലെമൺ ജ്യൂസും ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ചെക്ക് ചെയ്യുന്നതാണ് അനുമോള് ജിഷ്ണും. അവരാണ് ക്വാളിറ്റി ചെക്കർ. ക്വാളിറ്റി ചെക്കർ അനീഷും നെവിനും ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ അനുമോൾ ആണെങ്കിൽ ഇവരുടെ പ്രോഡക്ട്സ് ഒരു രീതിയിലും ചെക്ക് ചെയ്യത്തില്ല, എടുക്കത്തില്ല. കാരണം എല്ലാം അങ്ങ് ഓരോരോ റീസൺ പറഞ്ഞ് അനുമോൾ റിജക്ട് ചെയ്യാണ്. കാരണം കൊള്ളില്ല, അതില്ല, ഇതില്ല, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞ് അനുമോൾ എല്ലാം റിജക്ട് ചെയ്ത് വിടുകയാണ്. ഒരു പ്രോഡക്റ്റ് പോലും എടുക്കുന്നില്ല. എല്ലാം അതിന്റെ ഇടയ്ക്ക് ജിഷിനാണെങ്കിൽ നെവിന്റെ ഒരു 5 പ്രോഡക്ട്സ് എടുക്കുന്നുണ്ട്. അനീഷിന്റെ 4 എടുക്കാനും ജിഷിൻ തയ്യാറാണ്. പക്ഷെ അനീഷിന് അത് സമ്മതിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും സബ്മിറ്റ് ചെയ്തത് 5-4 പ്രോഡക്ട്സ് ഒന്നുമല്ല, ഒരുപാട് പ്രോഡക്ട്സ് ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അനീഷാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. ഇതിന്റെ ഇടയിലാണെങ്കിൽ അനുമോള് കുറെയൊക്കെ അങ്ങ് ഒഴിച്ചു കളയുകയും ചെയ്തു. നെവിനാണെങ്കിൽ അനീഷിന്റെ കുറച്ച് ജ്യൂസുകളും ഒഴിച്ചു കളഞ്ഞ് അങ്ങനെ അനീഷിന്റെ കമ്പനി ഉണ്ടാക്കിയ പ്രോഡക്ട്സ് എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ അങ്ങ് നശിക്കപ്പെട്ടു. മാത്രല്ല ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അനീഷിന്റെ കമ്പനി ഉണ്ടാക്കിയ കുറച്ച് പ്രോഡക്ട്സ് മോഷണവും പോയിട്ടുണ്ട്. എന്ത് പരിപാടിയാണ് അല്ലേ? എന്താണ് ഇവർ ഈ കാണിക്കുന്നത്? ഈ ക്വാളിറ്റി ചെക്കർമാരാണെങ്കിൽ അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നൊന്നുമില്ല. അവരാണ് ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ 2 പേര് മാത്രമേ അവിടെ കാണൂ. പക്ഷെ ഈ ടീം അംഗങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് ഇന്ന് അടിനാശവും വെള്ളപ്പൊക്കവും അങ്ങനെ കുറെ പ്രോഡക്ട്സ് അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ തന്നെ കുറെ പ്രോഡക്ട്സ് നശിപ്പിക്കപ്പെട്ടു. അനുമോളാണെങ്കിൽ ഒരു രീതിയിലും അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലാണ് അനുമോള്. ഒരു പ്രോഡക്റ്റ് പോലും അനുമോൾ എടുക്കുന്നില്ല. അവസാനം എല്ലാം റിജക്ട് ചെയ്യുന്നത് കണ്ടപ്പം ഏതൊരു മനുഷ്യനും സഹികെടും. നമുക്കെല്ലാവർക്കും അറിയാം, അനീഷ് ഒരുപാട് ക്ഷമിച്ച്, അനീഷിനെ നമ്മൾ ഒരുപാട് 50 ദിവസം കൊണ്ട് കാണുന്നതാണ്. അപ്പൊ അനീഷിന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ആദില ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പോലും അനീഷ് അത്രയും കാമായിട്ടാണ് അനീഷ് നിൽക്കുന്നത്. പക്ഷെ വലിച്ചെറിഞ്ഞ് അനീഷാണെങ്കിൽ സഹി കെട്ടി എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. പക്ഷെ അനീഷിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അനീഷ് ചെയ്തത് ശരിയാണ്. പക്ഷെ ബിഗ് ബോസിന് ഒരു നിയമം ഉണ്ടല്ലോ, റൂൾ ഉണ്ടല്ലോ, അത് തെറ്റിച്ചതിന് അനീഷിന് എന്തായാലും പണിഷ്മെന്റ് കിട്ടും.